ദ പോയം എക്സ്പ്രസ് ബൈ സ്റ്റീഫൻ സ്പെൻഡർ. ഇതൊരു റൊമാൻറ്റിക് പോയമാണ്. ഈ പോയത്തിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒരു എക്സ്പ്രസ് ട്രെയിനിൻ്റെ ബ്യൂട്ടി ആൻഡ് മജസ്റ്റിയാണ്. ഈ എക്സ്പ്രസ് ട്രെയിനിനെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സിമ്പലായിട്ടാണ് ഈ പോയത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ പോയം തുടങ്ങുന്നത് എക്സ്പ്രസ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ ജേർണി തുടങ്ങുന്നതിനോടൊപ്പമാണ്. ട്രെയിനിനെ ഒരു പവർഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് ഇതിൽ കാണുന്നത്. ലോകത്തിലേക്കൊരു ഗ്രാൻഡ് എൻട്രി നടത്തുന്ന ഒന്നായി ഇതിൽ ഗ്ലോറിഫൈ ചെയ്യാണ്. ഇതിനെ മൂവ്മെൻറ്റ് ഗ്രേസ്ഫുൾ ലൈക്ക് എ ക്വീൻ എന്നാണ് പറയുന്നത്. ത്രൂ ഔട്ട് ദ ജേർണി അത് ഓർഡിനറി ഹൗസസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്യാസ് വർക്ക്, സെമിത്തേരി ഒക്കെ പാസ് ചെയ്തിട്ട് പോവുകയാണ്. ഇതിലെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനെ, അതിൻ്റെ എനർജീനെ മരണത്തിൻ്റെ ശാന്തത, മരണത്തിൻ്റെ നിശ്ചലതയോടെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. ട്രെയിൻ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ട് ടൗണുകൾ താണ്ടി കൺട്രി സൈഡ്, അതായത് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുകയാണ്. പോയറ്റ് ഈ എക്സ്പ്രസ് ട്രെയിനിനെ ഓഷ്യനിലൂടെ യാത്ര തിരിക്കുന്ന ഒരു ഷിപ്പിനോടാണ് കമ്പയർ ചെയ്യുന്നത്. അത്രയും പവർഫുൾ, മെജസ്റ്റിക്കും ബിഗ്ഗർ ആൻഡ് ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. ട്രെയിനിൻ്റെ സൗണ്ടിനെ അത് പാടുന്ന പാട്ട് ആയിട്ടാണ് പറയുന്നത്. ദ ട്രെയിൻ ദെൻ ബിഗിൻസ് ടു സിങ്. അതായത് അതിൻ്റെ വിസിൽസ്, അതിൻ്റെ വീൽസ്, അതുപോലെ അതിൻ്റെ ബ്രേക്സ്, ഈ സൗണ്ടൊക്കെ എന്താണ്, ഒരു പാട്ടായിട്ടാണ് കവി പറയുന്നത്. At first the sound is soft but it gradually becomes louder and more exciting. പോയിട്ട് ആ ട്രെയിനിൻ്റെ സൗണ്ട്സ് എൻജോയ് ചെയ്യാണ്. He treats them like a music. The rhythmic movement of the wheels create a joyful beat. വീൽസിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു മൂവ്മെൻറ്റുമാണ് ട്രെയിനിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. ദെൻ ട്രെയിന് ഒരു മെറ്റൽ ലാൻഡ്സ്കേപ്പിലേക്ക് എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ ഫ്രണ്ടിൽ പാരലലായി സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന റെയിൽവേ ട്രാക്ക് കാണുമ്പോൾ കവിക്ക് സ്റ്റീലും സ്ട്രെയിറ്റുമായ വെപ്പൺസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ദ ട്രെയിൻ സീംസ് ടു ബി ലീഡിങ് ഹ്യൂമാനിറ്റി ഇൻ ടു എ ന്യൂ ഏജ് ഓഫ് എക്സൈറ്റ്മെൻറ്റ്, പ്രോഗ്രസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്. അതായത് മനുഷ്യരാശിയിൽ ട്രെയിൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കവി സൂചിപ്പിക്കുന്നുണ്ട്. Near the end of the poem, the train travels so far that it seems to go beyond famous cities like Edinburgh and Rome and even beyond the edge of the world. ട്രെയിൻ യാത്ര പോയി ലോകത്തിൻ്റെ അറ്റത്തെത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ട്രെയിൻ ജേണി കൊണ്ട് ജേണി ഓഫ് ലൈഫ് സിംബോലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രെയിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന ചേഞ്ചസ്, ന്യൂ ഇൻവെൻഷൻസിൻ്റെ കാര്യങ്ങൾ. ഇരുട്ടിലൂടെ ഉള്ള ഒരു വെളിച്ചമായിട്ടാണ് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിന്. അതായത് ദ ബ്ലേസിംഗ് കോമറ്റ് മൂവിങ് ത്രൂ ദി ഡാർക്ക്നെസ്, ഇരുട്ടിലൂടെ മൂവ് ചെയ്യുന്ന കോമറ്റ്, വാൽനക്ഷത്രമായിട്ടാണ് ട്രെയിനിനെ കമ്പയർ ചെയ്യുന്നത്. ഈ കമ്പാരിസൺ ട്രെയിനിനെ ഓൾമോസ്റ്റ് ലൈക്ക് എ മാജിക്കൽ, എ ഹെവൻലി ഫീലാണ് ട്രെയിനിനെ കൊണ്ടുവരുന്നത്. പോയറ്റ് പറയുന്നത് ട്രെയിനിൻ്റെ മ്യൂസിക് എന്താണ്, ഇംപ്രസീവാണ്, ബെറ്റർ ദാൻ ദി ബേർഡ്സിൻ്റെ സൗണ്ടും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ബ്യൂട്ടീനേക്കാളൊക്കെ ബെറ്ററാണ് ട്രെയിനിൻ്റെ സൗണ്ടും അതിൻ്റെ ബ്യൂട്ടിയും എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ട്രഡീഷണൽ പോയറ്റ് യൂഷ്വലി പ്രൈസ്ഡ് നേച്ചർ എബവ് എവറിത്തിങ്. ട്രഡീഷണൽ പോയറ്റ്സ് പ്രകൃതിനെയാണ് എബവ്, എല്ലാത്തിനും മേലൊക്കെ എന്ത് ചെയ്തിരുന്നത്, അവർ ഗ്ലോറിഫൈ ചെയ്തിരുന്നതും ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നതും. ബട്ട് ഇവിടെ പോയറ്റ് ഒരു ഹ്യൂമൻ ഇൻവെൻഷനെ എബവ് നേച്ചർ എന്ത് ചെയ്യാണ്, പൊക്കി പറയാണ്. ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആസ് എ പോയറ്റ് ആൾക്കെടുക്കാൻ പറ്റിയ ഏറ്റവും സ്ട്രെങ്തൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണത്. ഇതിലൂടെ സ്പെൻഡർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേച്ചർ മാത്രമല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഉള്ള ഒരു കാര്യം, മോഡേൺ ഇൻവെൻഷൻസിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി ആൻഡ് ഇൻസ്പിറേഷൻ ആൻഡ് വണ്ടർ എന്നാണ് പറയുന്നത്. ട്രെയിൻ ബിക്കം എ സിമ്പിൾ ഓഫ് പ്രോഗ്രസ്, സ്പീഡ്, ഹ്യൂമൻ അച്ചീവ്മെൻറ്റ് ആൻഡ് ദി എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദി മോഡേൺ ഏജ്.